Watch India's largest kids library only on Jio Hotstar. Download the app now. കൂട്ടുകാരെ, മോട്ടു പത്ലു മരം നടു ഭൂമി രക്ഷിക്കൂ എന്ന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ വീട്ടിന്റെ മുന്നിൽ സ്വന്തം പേരിൽ ഒരു മരം നടണം. എങ്കിൽ ഫുർഫുര നഗരത്തിൽ മുഴുവനും പച്ചപ്പും ഹരിതാവും ആയിരിക്കും. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാൾക്കും ഒരുപാട് നന്ദിയുണ്ട്. വി ആർ പ്രൗഡ് ഓഫ് യു. എന്റെ അമ്മോ, വിട്, എന്റെ കൈ വിടാൻ, പോലീസ് രക്ഷിക്കണേ. ഓയ് കൂട്ടുകാരെ, ഞാനൊരു ട്രീ ഗ്രോയിങ് ഗാഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മരങ്ങളും പെട്ടെന്ന് വളരാൻ വേണ്ടി. അത് മരങ്ങളെ വളരെ വലിപ്പമുള്ളതും ബലമുള്ളതുമാക്കും. ഇതാണ് എന്റെ ഗാഡ്ജറ്റ്. ഓയ് മോട്ടു, നീ എന്താണ് ഈ കാണിച്ചത്? ഇങ്ങനെ ചെയ്യരുത്. ഇനി കുറച്ചും കൂടി ജോലി ബാക്കി ഉണ്ടായിരുന്നു എനിക്ക്. അത് കണ്ടില്ലേ, നിങ്ങളുടെ ഗാഡ്ജറ്റ് അതിന്റെ ജോലി ചെയ്തു തുടങ്ങി. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഓയ് മോട്ടു, എന്റെ ചങ്ക്, ഈ മരത്തിന് മുകളിൽ എന്റെ ഗാഡ്ജറ്റ് എടുത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഈ മരം വലുതായിക്കൊണ്ടേ ഇരിക്കും ചങ്കേ. മാത്രല്ല ഇതിന്റെ വേര് ഈ നഗരത്തിലെ വീടുകളൊക്കെ നശിപ്പിക്കുന്നേ. പക്ഷെ ഇത്രയും വലിയ മരത്തിന് മുകളിൽ എങ്ങനെ കയറാനാ? വേഗം വാ പത്ലു, ഈ മരത്തിൽ നിന്ന് ഗാഡ്ജറ്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ ആ ബോക്സർ നമ്മളെ ഈ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ സമ്മതിക്കൂല. ഇനിയെങ്കിലും കണ്ണിന്റെ കെട്ടൊന്ന് അഴിക്കാമോ? ഇപ്പൊ തുറന്നോളൂ റാണി. എത്ര ഭംഗിയായിരിക്കുന്നു. ഇത്രയും ഭംഗിയുള്ള മരം എവിടുന്നാ വന്നത്? ഇത് നമ്മളുടെ പുതിയ വീടാണ്. മുകളിലുള്ളവൻ തരുന്നതൊന്നും നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് പറയരുത്, അല്ലേ കൂട്ടുകാരെ? നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും മേലെ ഇരിക്കുന്ന ദൈവം അതെല്ലാം നമുക്ക് നൽകുന്നു. റാണി, ഇപ്പോൾ റിബൺ കട്ട് ചെയ്ത് നമ്മളുടെ പുതിയ വീടിന്റെ ഉദ്ഘാടനം നടത്തൂ. കൂട്ടുകാരെ, ഇന്നു മുതൽ ഇത് നമ്മളുടെ പുതിയ വീടാണ്. ഇതിനെ സംരക്ഷിക്കണം, ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതാ നോക്കൂ, താഴെക്കൂടെ ആരോ വരുന്നുണ്ട്. വീട് വെച്ചില്ല, അതിനു മുമ്പ് കള്ളന്മാരോ. കൂട്ടുകാരെ, ആക്രമിക്കൂ. വേണ്ട. അല്ല, എന്തിനായി കൊത്തുന്നത്? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്തായി സംഭവിക്കുന്നേ? മുകളിൽ പോയപ്പോ നിങ്ങൾക്ക് ആന്റിനെ എടുത്തോണ്ട് വരാൻ പാടില്ലായിരുന്നോ? വല്യേട്ടാ, ആ ആന്റിനെ എടുക്കാന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. പക്ഷികളൊക്കെ കൊത്തി കൊത്തി അവസാനം ഞങ്ങൾ ഈ പരുവത്തിലാക്കി. നിങ്ങൾ 4 പാടും ശ്രദ്ധിക്കണം. ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വേഗം ശരിയാക്ക്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ 4 പേരെയും അടിച്ച് ശരിയാക്കും. ആ അടി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഓ, ഇത്തിരി പോകുന്ന കിളികൾക്കൊന്നും നമ്മളെ ജോലി ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ല ചങ്കേ. എനിക്ക് പക്ഷികളോട് യുദ്ധം ചെയ്യുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. വരൂ, നമുക്ക് ഒന്നും കൂടി പോയി നോക്കാം. ഇത്തവണ നല്ല തയ്യാറെടുപ്പുകളോട് കൂടി വേണം പോകാൻ. യെസ് യെസ്, ഓക്കെ. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. ആദ്യം നിങ്ങൾ അവരെ തടയണം. ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞങ്ങളും തയ്യാറാണ്.
കൂട്ടുകാരെ, ശത്രുക്കൾ നമ്മളുടെ വീട് കൈക്കലാക്കാൻ വരുന്നുണ്ട്. ആക്രമിക്കൂ. അല്ല, നിങ്ങളുടെയൊക്കെ പ്രോബ്ലം എന്താണ്? മാറൂ, 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 മാറൂ. അതെന്റെ ശിരസാണ്. അതിങ്ങനെ പിടിച്ച് വലിക്കാതെ. എന്റെ മൂക്ക് അതിന് വിട, അതെന്റെ മൂക്കാണ്. പൊളിക്കട്ടല്ലോ മമ്മി, രക്ഷിക്കണേ. ഇപ്പൊ നിന്റെ 20 വർഷത്തെ സർവീസ് എന്താ പറയുന്നേ? ഇന്നാ പിടിച്ചോ. ഇന്നാ കഴിക്കേ. ഇന്നാ തിന്നോ ചങ്കുകളെ. നമ്മളിപ്പോ ഒരുപാട് ഉയരത്തിലാണ്. ഇനിയും കുറെ ദൂരം പോകാനുണ്ട്. ഇതാ ഫ്ലൈയിങ് ഹെൽമെറ്റ്. ഇത് വെച്ച് നമുക്ക് പറക്കാൻ കഴിയും. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് തകർന്നിരിക്കുന്നു. കൂട്ടുകാരെ, നമ്മളുടെ വീടിന്റെ ആവശ്യമാണ്. കാട്ടിക്കൊടുക്കൂ ഈ മനുഷ്യന്മാർക്ക്. ആരെങ്കിലും നമ്മളെ ആക്രമിച്ചാൽ അവർക്ക് നമ്മളുടെ ചുണ്ടിന്റെ മൂർച്ച കാണിച്ചു കൊടുക്കണം. ഓക്കെ, അമ്പും വില്ലും തയ്യാറാണോ? റെഡി സാർ. ഫയർ. ശത്രുക്കൾ മുന്നിലുണ്ട്. അമ്പ് വിട്ടത് കൊണ്ട് മാത്രം ഒന്നും ആയിട്ടില്ല. ബോംബിടൂ. ഇതൊരു പ്ലാന്റ് ആർമിയാണെന്ന് തോന്നുന്നത്. ഇവരുടെ ആക്രമണം ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഇത്തരം പക്ഷികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. കമാൻഡോ അറ്റാക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഇവന്മാരുടെ പ്ലാന്? മമ്മി, രക്ഷിക്കണേ. വരുന്നുണ്ട്, വരുന്നുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. ഇത് ഞങ്ങളുടെ വീടാണ്. മോട്ടു പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് കണ്ടോ? ഫുർഫുറ നഗരം നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? ഞങ്ങൾ അത് ശരിയാക്കാൻ വേണ്ടി പോയതാ ചങ്കുകളെ. ഇതിന്റെ മുകളിൽ ചെറിയൊരു ആന്റിന പോലത്തെ ഗാഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും എടുക്കണം. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഈ സംഭവിച്ചതൊക്കെ ഈ ഞാൻ കാരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രതിവിധിയും ഞാൻ തന്നെ ചെയ്തോളാം. ഡോക്ടർ ജഡ്ക നല്ലൊരു ഐഡിയ പറഞ്ഞു താ. നമുക്ക് എത്രയും വേഗത്തിൽ മുകളിലേക്ക് പോയിട്ട് ആ പക്ഷികളുടെ കൊത്തുകൊള്ളാതെ ആ ആന്റിന എടുത്തിട്ട് വരണം. അങ്ങനെ ഒരു വഴിയും കൂടിയുണ്ട്. പക്ഷെ അത് കുറച്ച് അപകടം പിടിച്ചതാണ്. ഞങ്ങൾ ഫുർഫുറി നഗരത്തെ രക്ഷിക്കുവാൻ ഏത് അപകടങ്ങളും തരണം ചെയ്യുന്നതായിരിക്കും. അവർ പിന്നെ വരുന്നുണ്ട്. മിസൈൽ ലോഞ്ചർ റെഡി. മരത്തിന് മുകളിലുള്ള ഗാഡ്ജറ്റ് എടുത്തില്ലെങ്കിൽ മരം വീണ്ടും വലുതാവും പത്ലു. സാർ, അവർ മരത്തിന് മുകളിലുള്ള ഏതോ ഗാഡ്ജറ്റ് അത് എടുക്കാൻ വേണ്ടി വരുവാണ്. നമ്മുടെ മരം ആ ഗാഡ്ജറ്റ് കാരണമാണ് ഇത്രയും വലുതായത്. നമ്മൾ എന്ത് വില കൊടുത്തു ആ ഗാഡ്ജറ്റിനെ രക്ഷിച്ചേ മതിയാവൂ. പോകൂ, എല്ലാരും ആ ഗാഡ്ജറ്റിനെ രക്ഷിക്കൂ. ആ മോട്ടു പത്ലു അതിനെ തൊടാൻ പോലും പാടില്ല. എനിക്ക് തോന്നുന്നത് അവർ ആ ഗാഡ്ജറ്റിനെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കാന്നാ. ദേ കണ്ടില്ലേ, അവരുടെ പുറകിൽ നിന്ന് ആ ഗാഡ്ജറ്റ് എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോട്ടു. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഈ മിസൈലിനൊന്ന് പിടിച്ചു നിർത്ത്. ഇവരെന്തായി കാണിക്കുന്നത്? അവരുടെ മിസൈൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിന്നാ തോന്നുന്നത്. മോട്ടു റെഡി. ആ ഗാഡ്ജറ്റ് മുറുക്ക പിടിച്ചോണം. ഒരൊറ്റ അവസരമേ ലഭിക്കൂ. റെഡി, റെഡി. ഗാഡ്ജറ്റ് കൊണ്ടുപോയി.
സോറി കൂട്ടുകാരെ, ഈ മരം ഒന്ന് ചെറുതാവാനാ. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഇന്ധനം തീർന്നു. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നല്ല മിടുക്കന്മാരാണ്. നിങ്ങളിൽ എനിക്ക് അഭിമാനമുണ്ട്. Watch India's largest kids library only on Geo Hotstar. Download the app now.